ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ വയനാടാണ് കേട്ടോ ഉള്ളത്. ഞാൻ എന്തിനാണ് വയനാട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പാക്ക് യുവർ ബാഗ് എന്ന് പറഞ്ഞൊരു ക്യാമ്പ് നടത്തുന്നുണ്ട് കേട്ടോ. ഒരു ആർട്ട് ബേസ്ഡ് ക്യാമ്പാണ്. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളവരും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വരാനുള്ള ഒരു ക്യാമ്പാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ക്യാമ്പ് നടത്തുന്നത് വയനാട് ചൂരൽമല അട്ടമലയിലാണ് കേട്ടോ. സ്നോഫ്ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്യാമ്പ് കിടക്കുന്നത്. ഇതിപ്പോൾ നടന്നത് മെയ് 9, 10 തീയതികളിലാണ്. ഇനി അടുത്ത ക്യാമ്പ് വരുന്നത് മെയ് 23, 24 കോഴിക്കോട് അകലാപ്പുഴയിലാണ് കേട്ടോ. ഞാൻ ഈ ക്യാമ്പിൻ്റെ വിശേഷങ്ങളും വയനാടത്തെ വിശേഷങ്ങളും ഒക്കെ ആട്ടെ ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഇത്തവണ വയനാട് പോയപ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് പോകാനുണ്ടായിരുന്നത് ചൂരൽമലയ്ക്കാണ്. എല്ലാവർക്കും അറിയാലോ, ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമത്തിൽ തന്നെ ഇല്ലാണ്ടാക്കിയൊരു ദുരന്തമാണല്ലോ ചൂരൽമല ഉണ്ടായത്. ഞാനിനി കൽപ്പറ്റയിൽ നിന്ന് എങ്ങനെ ചൂരൽമലയ്ക്ക് പോകുന്നതിനെ കുറിച്ചാട്ടോ പറയുന്നത്. കൽപ്പറ്റ ഡിപ്പോയിൽ നിന്ന് ഡയറക്റ്റ് ചൂരൽമല ബസ്സുണ്ട് കേട്ടോ. ഇനി അഥവാ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മേപ്പാടി പോയി കഴിഞ്ഞാൽ നമുക്ക് ജീപ്പ് സർവീസും കിട്ടും. ചൂരൽമല ടൗണിൽ എത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച നമ്മളെ വിട്ടുപിരിഞ്ഞ സഹോദരങ്ങളുടെയും അച്ഛനമ്മമാരുടെയും ഫോട്ടോ ആണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജീവൻ പോകും. അവിടെ നിന്ന് ബേലിപ്പാലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടായ ദുരന്തത്തിൻ്റെ ആഘാതം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മൾ കാണുന്നേക്കാളും എന്ത് വലുതാണ് അവരനുഭവിച്ചിട്ടുണ്ടാവുക. അത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ബെയിലിപ്പാലം കഴിഞ്ഞ് ഇടത് സൈഡിലേക്കാണ് കേട്ടോ അട്ടമലയും ഗ്ലാസ് ബ്രിഡ്ജും വരുന്നത്. വലത് സൈഡിലേക്ക് മുണ്ടക്കൈയാണ് വരുന്നത്. ഇവിടെയെല്ലാം ഇപ്പോൾ റിസോർട്ടുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ എല്ലാം പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും അണ്ടറിലാണ് കേട്ടോ ഇപ്പോൾ എല്ലാം. ഇവിടെയൊന്നും ഇപ്പോൾ വീടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെയൊന്നും അല്ലാണ്ട് ആരും താമസിക്കുന്നില്ല. റിസോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. നിലവിൽ ചൂരൽമലയിൽ വൻ തിരക്കാണ് കേട്ടോ. ജനസാഗരങ്ങളാണ് ദിവസവും വന്നിറങ്ങാറ്. ഇത് നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണെന്നും ചീത്തയാണെന്ന് ചോദിച്ചാൽ ചീത്തയാണെന്നും പറയാൻ കഴിയില്ല. കാരണം നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള മനുഷ്യർക്ക് കട നടത്തിയും ജീപ്പ് സർവീസ് നടത്തിയും ജീവിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണത്. അതേസമയം തന്നെ മറ്റ് തടസ്സങ്ങൾ കാരണം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പലപ്പോഴും. KSRTC ബസ് ഈ തിരക്ക് കാരണം പകുതി വരെ വന്നിട്ട് തിരിച്ചു പോകാറാണ് പതിവ് ചില ദിവസങ്ങളിൽ. ഇതാണ് കേട്ടോ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിൻ്റെ തുടക്കഭാഗം. നമ്മളത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും. നമ്മൾ ഈ ദൂരെ നിന്ന് കാണുന്നതുകൊണ്ടാണ് കേട്ടോ. ചില മലയിടുക്കിൽ നിന്ന് നമ്മളിതിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ നമുക്കിതിൻ്റെ വലിപ്പം കുറച്ചുകൂടെ വലുതായിട്ട് മനസ്സിലാവും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ഫോണിൽ നിന്ന് ദൂരെ നിന്ന് കാണുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ യഥാർത്ഥ വലിപ്പം ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ കഴിയില്ല. നമുക്ക് ഈ താഴെ കാണുന്ന കല്ലുകളുടെ വലിപ്പത്തിൽ തന്നെ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇവിടെ ഉണ്ടായ മനുഷ്യരുടെ അവസ്ഥ നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാനും പറ്റാത്തൊരു കാര്യമാണ്. ഈ ഒരു കുഞ്ഞു ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മനുഷ്യർക്ക് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നന്നായിട്ട് അറിയാൻ കേട്ടോ. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അവരുടെ. ഞങ്ങളുടെ ക്യാമ്പ് വരുന്നത് അട്ടമല സ്നോഫ്ലേക്ക് അഡ്വഞ്ചർ എന്ന് പറയുന്ന റിസോർട്ടിലാണ്. റിസോർട്ടിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഇതൊരു കാടാൽ ചുറ്റപ്പെട്ട റിസോർട്ടാണ് കേട്ടോ. ടെൻറ്റ് സ്റ്റേയും ട്രീ ഹൗസും ഒക്കെയാണ് ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റുന്നത്. നാച്ചുറലായിട്ട് ബ്ലെൻഡ് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ട് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഇനി നമ്മുടെ ക്യാമ്പിനെ പറ്റി പറയാം. ക്യാമ്പെന്ന് പറയുമ്പോൾ വെറും ക്യാമ്പല്ല കേട്ടോ, ഒരു ആർട്ട് ബേസ്ഡ് ട്രാവൽ ക്യാമ്പാണിത്. നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര സ്ട്രെസ്ഡായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാണ്ടൊരു ഹാർഡായിട്ടുള്ള ലൈഫിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ക്യാമ്പ് തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങൾ എങ്ങനെയാണോ ഇങ്ങോട്ട് വരുന്നത് അതിൻ്റെ 4 ഇരട്ടി ഹാപ്പി ആയിട്ട്